കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വൻ കുറവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുതിക്കുമെന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ തർക്കം രമ്യതയിലെത്തിയതാണ് പുതിയ മാറ്റത്തിന് കാരണം. ഇന്ത്യൻ ഓഹരി വിപണികൾ ഇന്ന് മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഓഹരി വിപണി കുതിക്കാനും സ്വർണ്ണവില കുറയാനുമാണ് സാധ്യത. ഡോളർ മൂല്യം കൂടിയത് ഇന്ന് സ്വർണ്ണവില കുറയാനുള്ള കാരണമാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്യുന്നത്. പുതിയ വ്യാപാര കരാറുകളിൽ വൻ ശക്തി രാജ്യങ്ങൾ ധാരണയായത് സ്വർണ്ണവില കുറയാൻ ഇടയാക്കി. ചൈനയുടെ അമേരിക്കയുടെ ചർച്ചാഫലം കണ്ടാൽ ഇനിയും സ്വർണ്ണവില കുറയും. അറിയാം പുതിയ സ്വർണ്ണവില സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില 70,040 രൂപയായിരുന്നു. പിന്നീട് വലിയ കുതിപ്പ് നടത്തി 73,040 രൂപ വരെ എത്തി. അതിനുശേഷം വില കുത്തനെ കുറഞ്ഞ ശേഷം ഉയരുകയും ചെയ്തു. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 71,040 രൂപയാണ് വില. 1,320 രൂപയാണ് ഇതിൽ കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗ്രാമിന് 165 രൂപ താഴ്ന്ന് 8,880 രൂപയായി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ച $3,350 വരെ എത്തിയിരുന്നു. പിന്നീട് കുറയുകയാണ് ചെയ്തത്. എങ്കിലും യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയിൽ സ്വർണ്ണവില കുറഞ്ഞിരുന്നില്ല. ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ $3,280 ആണ് പുതിയ വില. മാത്രമല്ല, ഡോളർ സൂചിക 100.54 ആയി ഉയർന്നു. രൂപയുടെ വിനിമയ നിരക്ക് 84.70 കരുത്ത് വർദ്ധിച്ചു. അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ലോകത്തെ പ്രധാന രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര ഇളവ് അനുവദിക്കുന്നത് നിക്ഷേപകർക്ക് സന്തോഷമാണ്. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. അതേസമയം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കാനിരിക്കുകയാണ്. ഇത് വിജയം കണ്ടാൽ സ്വർണ്ണവില ഇനിയും കുറയും. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് 77,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കണക്ക് നോക്കുമ്പോഴാണിത്. അതേസമയം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും. സ്വാഭാവികമായും GSTയും വർദ്ധിക്കും. മാത്രമല്ല, കുറഞ്ഞ അളവിലുള്ള ആഭരണത്തിനും പണിക്കൂലി കൂടുതലാണ്. കുറഞ്ഞ സ്വർണത്തിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് ശ്രമകരമായ ജോലി ആയതാണ് കാരണം. വില കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉപയോഗപ്പെടുത്താം. അതേസമയം ഇന്ന് ഒരു പവൻ സ്വർണം വിൽക്കുന്നവർക്ക് 69,000 മുതൽ 70,000 രൂപ വരെ ലഭിച്ചേക്കും. അതേസമയം ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. സൗദിയും റഷ്യയും ഉൾപ്പെടുന്ന ഒപെക് രാജ്യങ്ങൾ ക്രൂഡ് ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചതോടെ വില കുറയുമെന്നാണ് കരുതിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ മുന്നേറ്റം ക്രൂഡ് ഓയിൽ വിലയിലുണ്ട്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $64 വ്യാപാരം.